നമസ്കാരം. മുസ്ലിം ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കിയതോടെ സുന്നികൾ കൂട്ടത്തോടെ ലീഗ് രാഷ്ട്രീയം ഒഴിവാക്കുന്നു. കെ വിഭാഗം സുന്നികളുടെ കൂടൊഴിയൽ മുസ്ലിം ലീഗിന് കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ്. ലീഗിന്റെ എക്കാലത്തെയും വലിയ വോട്ട് ബാങ്കാണ് ലീഗിൽ നിന്നും മാറുന്നത്. ലീഗുമായി തുടരുന്ന അകൽച്ചയാണ് ലീഗിൽ നിന്നും വിട്ടുനിൽക്കാനും വിഭാഗവുമായി അടുക്കാനും കെ വിഭാഗം സുന്നികളെ പ്രേരിപ്പിക്കുന്നത്. ലീഗിനോട് ഒട്ടിനിന്ന് വിഭാഗം സുന്നികളെ രാഷ്ട്രീയമായി എതിർക്കുകയായിരുന്നു ഇതുവരെ കെ വിഭാഗം പിന്തുടർന്നിരുന്ന രാഷ്ട്രീയ നയം. ഈ നയമാണ് കെ വിഭാഗം ഇപ്പോൾ ഒഴിവാക്കുന്നത്. ലീഗുമായി കെ വിഭാഗം അകലുന്നതിന് ഒരു കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായി ലീഗ് തുടരുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. കെ വിഭാഗത്തിന് ഈ കാര്യത്തിൽ കടുത്ത അനിഷ്ടം നിലനിൽക്കുമ്പോൾ തന്നെയാണ് വിഭാഗവുമായി കൂടുതൽ അടുപ്പം പുലർത്താനും ഇവർ തുടങ്ങിയത്. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി ലീഗ് അടുക്കുന്നത് കെ വിഭാഗം എതിർത്തിരുന്നു. എന്നാൽ ഇത് തള്ളിയാണ് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുതൽ അടുത്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിവാദവുമായിരുന്നു. UDF ഭരണത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി പിൻസീറ്റ് ഭരണം തുടരുമെന്ന് പറഞ്ഞ് CPM തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കെ വിഭാഗത്തെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗിൽ നിന്നും അടർന്നുമാറി ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാനാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള കെ വിഭാഗത്തിന്റെ ശ്രമം. ഇതിനോട് അനുബന്ധമായി തന്നെയാണ് കാന്തപുരം വിഭാഗവുമായി അടുക്കുന്നതും. ലീഗിന് നൽകിയ പിന്തുണ ഒഴിവാക്കി കോൺഗ്രസിന് പിന്തുണ നൽകാനാണ് ഇവരുടെ ശ്രമം. UDFിലെ ലീഗിന്റെ അപ്രമാദിത്വത്തിന് തടയിടാനും ഈ നീക്കം വഴി കഴിയുമെന്നും കെ വിഭാഗം കണക്കുകൂട്ടുന്നുണ്ട്. ഇതോടെ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് കെ വിഭാഗം വോട്ട് ചെയ്യില്ല. ഇത് ലീഗിന് കനത്ത തിരിച്ചടിയായി മാറും. കോൺഗ്രസിനും ഇടതുപക്ഷത്തെയും പിന്തുണയ്ക്കുക എന്ന രാഷ്ട്രീയ ലൈനിലാണ് കുറച്ചുകാലമായി കെ വിഭാഗം. ലീഗിനേക്കാളും ഗുണം ഇടതുപക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ CPMവുമായി നല്ല ബന്ധമാണ് കെ വിഭാഗം പുലർത്തുന്നത്. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളും കെ വിഭാഗവുമായി ഏറെ കാലമായി അകൽച്ച നിലനിൽക്കുന്നുണ്ട്. ലീഗിലെ പാണക്കാട് തങ്ങളുടെ ആധിപത്യം അംഗീകരിക്കാൻ കെ വിഭാഗം തയ്യാറായിട്ടും ഉണ്ടായിരുന്നില്ല. സമസ്തയ്ക്ക് പകരം പള്ളികൾ പിടിച്ചടയ്ക്കാൻ ലീഗ് നേതൃത്വം തുനിഞ്ഞതും ഈ അകൽച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇപ്പോൾ സ്വതന്ത്ര രാഷ്ട്രീയ നയവുമായി കെ വിഭാഗം മുന്നോട്ടു പോകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ലീഗ് രാഷ്ട്രീയം തന്നെയാണ്.